ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെറിയൊരു വികൃതി പോസ്റ്റ് കണ്ടു ഫേസ്ബുക്കിൻ്റെ അകത്ത്. ആ പോസ്റ്റ് ഒരു അലമ്പുദ്ദേശം വെച്ചിട്ടാണ് എന്നൊന്നും ഞാൻ അങ്ങോട്ട് എടുത്ത് പറയുന്നില്ല, പച്ചയ്ക്ക് അങ്ങോട്ട് പറയുന്നില്ല. കാരണം അറിയാത്തൊരു കാര്യമല്ല, അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ല. പക്ഷെ ആ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് അതൊരു വികൃതി പോസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു വികൃതി പോസ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ബസൂക്ക ഏപ്രിൽ 10 ഇറങ്ങാൻ വേണ്ടി പോകുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ സിനിമ, ആ സിനിമയുടെ ട്രെയിലർ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ അല്ലേ? ഓക്കെ, വെയിറ്റിംഗ്. ട്രെയിലർ വരട്ടെ, ട്രെയിലർ ഗംഭീര റെസ്പോൺസ് ഒക്കെ കിട്ടട്ടെ. അതിനുശേഷം 10 സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ? ബസൂക്കയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. എമ്പുരാൻ 27 മാർച്ചിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന എമ്പുരാനും ഗംഭീരമാവട്ടെ. ബസൂക്കയും അടിപൊളിയാവണം, എമ്പുരാനും അടിപൊളിയാവണം എന്നാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു ഒന്ന് പറ. നിങ്ങൾ 2 സിനിമയും കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് 2ഉം ഗംഭീരം ആവണം എന്ന് തന്നെയല്ലേ? കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, വഴിക്ക് പോകണ്ട, അവരുടെ കാര്യം എല്ലാം പറയണം. കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേ എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഇല്ലേ? ഞാനിത് ചോദിക്കാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല. ചില പൊട്ടന്മാരുണ്ട്, അവർക്ക് എമ്പുരാൻ പൊട്ടിക്കാണണം, അല്ലെങ്കിൽ ബസൂക്ക പൊട്ടിക്കാണണം. ഞാൻ വെറുതെ തമാശയായിട്ട് പറയണമെന്നല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എമ്പുരാൻ പൊട്ടിക്കഴിഞ്ഞാലേ എന്താ പറയുക, മമ്മൂക്കയുടെ കുറേ തൊലിഞ്ഞ ഫാൻസ് ഉണ്ട്. ക്വാളിറ്റി ഉള്ളവരെ കുറിച്ചല്ല, തൊലിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങോട്ട് ലാലേട്ടനെ കളിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ബസൂക്ക പൊട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഫാൻസിലുള്ള ക്വാളിറ്റി ഉള്ളവരുണ്ട്, പൊട്ടന്മാർക്ക് ഇങ്ങോട്ട് കളിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ തീട്ട അങ്ങോട്ട് ഇങ്ങോട്ട് വാരി എറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 പടവും പൊട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 2 കൂട്ടർക്കും അവർ ഉദ്ദേശിക്കുന്ന പരിപാടി അങ്ങോട്ട് നടന്നാൽ മാത്രമേ ഈ ചളിവാരി എറിയൽ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അവർ ഉപദേശിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ഒന്നുമല്ല, കളിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. സീരിയസ്ലി കളിയാക്കിയിട്ട് വാരി 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 ഇങ്ങനെ എങ്ങനെ എറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോ മാത്രമാണത്. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ കാശൊക്കെ കൊടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട്, ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ കാശ് കൊടുക്കണമല്ലോ, കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്നു, ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വേണ്ടി കയറുന്നു. അത് ഏത് സിനിമയായിക്കോട്ടെ, എമ്പുരാനായിക്കോട്ടെ, ബസൂക്കയായിട്ടെ, ഏത് സിനിമയായിക്കോട്ടെ, നമ്മൾ കയറുന്നു. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2.5-3 മണിക്കൂർ നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും നമ്മൾ വാല്യൂ കൊടുക്കണം. അതിന് നമ്മൾ വേണം വാല്യൂ കൊടുക്കാം, ബാക്കിയുള്ളവർ വന്ന് വാല്യൂ തരില്ല. നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, കാശും കൊടുത്ത് സമയം മാറ്റി വെച്ചിട്ടൊരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ആ ഒരു കൊടുത്ത കാശിനും മാറ്റിവെച്ച സമയത്തിനും വെർത്തായിരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. കുറച്ച് മെച്യൂരിറ്റിയും തീട്ടത്തിന് പകരം ബുദ്ധിയുള്ള ആളുകൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഈശ്വര ഇതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റണേ എന്നായിരിക്കും. അത് ബസൂക്ക ആയിക്കോട്ടെ, എമ്പുരാനായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണേ എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഈ കൂട്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പൊട്ടിക്കാണാനും കളിയാക്കാനും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സിനിമ. എങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ മമ്മൂട്ടിയുടെ ടോക്സിക് ആയിട്ടുള്ള തൊലിഞ്ഞ ഫാൻസ് വന്നിട്ട് എമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കണം, അല്ലെങ്കിൽ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കും. നടന്നു, അയ്യ ഇതെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, അവിടെ വെട്ടി വെച്ചു, ഇവിടെ വെട്ടി പൊട്ടിച്ചു, ഇതൊക്കെയാണ് ഒരു പടം, അടുത്ത ബോംബ്. അപ്പൊ ഈ ഒരു മൂഡിലായിരിക്കണേ ഈ ഊണാക്കന്മാർ, ഈ മൂഡിലായിരിക്കും ഇരിക്കാൻ വേണ്ടി പോണത്. അപ്പൊ അവർക്ക് എന്താണ്, ഇത് എൻജോയ് ചെയ്യാനും പറ്റില്ല, ചെയ്യുന്നതാണെങ്കിൽ ഒരു വിഡ്ഢിപ്പണിയുമാണ്. എന്താ പറയുക, കാശും കൊടുത്തിട്ട് സമയം മാറ്റി വെച്ചിട്ട് ഇരുന്ന് പണ്ണണ കാര്യമോ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം കൊണ്ടാൽ മതി. അതേപോലെ തന്നെ ബസൂക്ക കാണാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിലും ഈ ഇപ്പുറത്തുള്ള പട്ടിത്തിട്ടങ്ങൾ എന്ത് ചെയ്യും, പോയിരുന്ന് കണ്ടിട്ട് മമ്മൂട്ടിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്, ഇയാൾ കുറേ 100 കോടി അടിച്ച് കിണ്ടി അടിക്കും, അയ്യോ വയ്യ പുള്ളിയെ കൊണ്ട്, പിന്നെ ഇതൊന്നും മുഖ്യ അത്താൻ പോകണ്ട. ഓരോ സിനിമയിലും ഇങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും. അപ്പോൾ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ അവരിങ്ങനെ കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എൻജോയ് ചെയ്യാൻ പറ്റൂല, കാരണം കുറ്റം കണ്ടുപിടിക്കാനുള്ള ടെൻഡൻസിയാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ ഈ പൊട്ടന്മാർ ചെയ്യണത് എന്താണ്, ഈ 2 കൂട്ടരിലുള്ള പൊട്ടന്മാർ ചെയ്യണത് എന്താണ്, കാശും കൊടുത്ത് സമയവും മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അതായത് ഒരു സിനിമ എൻജോയ് ചെയ്യാനുള്ള മൂഡില്ലാതെ ഇങ്ങനെ
നാശകോടാലിയായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ച് ഇങ്ങനെ കളയാണ്, വെർത്തി ടൈം കളയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുന്ന വേട്ടാവളിയന്മാർ ആക്ച്വലി എന്ത് ചെയ്യണം? അന്തസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമ കാണാൻ പോകരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നടന്മാരുടെ സിനിമ മാത്രം കാണാൻ പോവുക. മോഹൻലാലിന് ഇഷ്ടമുള്ള ആൾക്കാർ മോഹൻലാലിന്റെ സിനിമ മാത്രം കാണാൻ പോവുക. മമ്മൂട്ടി ഇഷ്ടമുള്ള ആൾക്കാർ മമ്മൂട്ടിയുടെ മാത്രം സിനിമ കാണാൻ വേണ്ടി പോവുക. അല്ലാത്തത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പോവാതെ മൂലയ്ക്ക് മാറിയിരിക്കുക. അല്ലാതെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി പേപ്പറും പെന്നുമായിട്ട് എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ഉണ്ണാക്കന്മാരും ഉണ്ണാക്കികളുമാണ് എന്നുള്ളത് മാത്രമേ അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ. വളരെ മോശം, വളരെ മോശം. ഇനി മറ്റേ വികൃതിപ്പണിയെ കുറിച്ചിട്ട് ഞാൻ പറയാം. FB കണ്ട പോസ്റ്റ്, അതൊരു ഡിബിൾഡറി ചാനലാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരെ മനഃപൂർവ്വം അങ്ങനെ ലൈക്ക് അലമ്പ് ഉദ്ദേശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അറിയാത്ത കാര്യം പറയുന്നില്ല. പക്ഷെ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇവരെന്ത് ഇങ്ങനെ തോന്നിപ്പോയി. കാരണം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്, മറ്റേ ട്രെയിലർ സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായല്ലോ. അപ്പോൾ എമ്പുരാന് ചെക്ക് വെക്കാൻ ബസൂക്ക എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. എമ്പുരാന് ചെക്ക് വെക്കാൻ ബസൂക്ക. എമ്പുരാന് ചെക്ക് വെക്കാൻ ബസൂക്കേ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് എമ്പുരാന് ബസൂക്കയും ചെക്ക് വെക്കണ്ട, എമ്പുരാൻ ബസൂക്കയും ഒരു സിനിമ ഇവിടെ ആർക്കും ചെക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ സിനിമയും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ചെക്ക് വെച്ചിട്ട് വെട്ടിക്കളയുന്നത് വേറെ വല്ലത്. ഇത് മറ്റുമല്ല, എന്താ പറയുക, FB കുറേ മഞ്ഞ പേജുകൾ ആക്ച്വലി ഉണ്ട്. അവന്മാരാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇട്ടെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലുമില്ല. കാരണം പൊട്ടന്മാർ അവർ ചെയ്യുന്ന പരിപാടിയാണ്. പ്രിയ വാര്യർ ഹോട്ട് ലുക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് തെറിവിളിപ്പിച്ചിട്ട് ഇവർ കമന്റ് ബോക്സിൽ എൻഗേജ്മെന്റ് കൂട്ടിയിട്ട് അവരുടെ ചാനലും ആ പർട്ടിക്കുലർ പോസ്റ്റിനും റീച്ച് ആക്കുന്ന പരിപാടി. ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. അങ്ങനെ ചീത്ത കേട്ടിട്ടാണെങ്കിലും തെറി കേട്ടിട്ടാണെങ്കിലും ഈ പോസ്റ്റും അവരുടെ പേജും വലുതായാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ട് ഇമ്മാരത്തെ തൊട്ടിപ്പണി ആൾക്കാർ ചീത്ത വിളിപ്പിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഊളന്മാർ ആക്ച്വലി ഉണ്ട്. അപ്പം അവരെ ചെയ്തെന്നുണ്ടെങ്കിൽ പോട്ടെ, ഊളകൾ എന്തിനു മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു വിടാം. പക്ഷേ ഈ ഒരു പോസ്റ്റ് എന്താ ഇതിൽ കണ്ട സമയത്ത് അവർക്ക് എന്തിൻ്റെ കാർഡാണ്? കാരണം എമ്പുരാന് ചെക്ക് വെച്ച് ബസൂക്ക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ബോധം ഇവരുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് രണ്ടും നന്നാവട്ടെ എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യും, ബോധമുള്ള ആൾക്കാർ. പക്ഷെ ഇവർ ഉന്നം വെക്കണത് എന്താണ് തമ്മിലടി ഉറപ്പല്ലേ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഓൾറെഡി ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു സാധനം ഇടുന്ന സമയത്ത് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു നോക്കിയപ്പോൾ പിന്നെ എമ്പുരാനോളം എത്തൂല്ല ബസൂക്ക എന്ന് പറയുന്ന കുറേ ആൾക്കാർ, എമ്പുരാൻ ഭോംബാവും എന്ന് പറയുന്ന ഇപ്പുറത്തുള്ള ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട്. എന്നാൽ ഈ മണ്ണുണ്ണി മക്കൾ, ഞാൻ വീണ്ടും പറയണത് കളിയാക്കാൻ വേണ്ടി എടുക്കണ വീഡിയോ ആണത്, മനസ്സിലായി? കളിയാക്കാൻ വേണ്ടി എടുക്കണ വീഡിയോ ആണ്. അപ്പം ആ പോസ്റ്റിന് താഴെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കടിപിടി കൂടുന്ന ഉണ്ണാക്കന്മാരുടെ കാര്യം ഞാൻ ആലോചിച്ച് നോക്കി ചിരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ചിരിക്കരുത്, വട്ടന്മാരെ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ത് വിളിച്ച് കളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ മണ്ണുണ്ണികൾ ചെയ്യണ സമയത്ത് എന്താ ഉണ്ടാവണത്? ആ പർട്ടിക്കുലർ എന്താ പറയുക പോസ്റ്റിനും റീച്ച് കൂടും, ആ പർട്ടിക്കുലർ പേജിനും റീച്ച് കൂടും. ലാഭം അവർക്കാണ്, അവർക്ക് ലാഭമാണേ. നിങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിപ്പിച്ചിട്ട് അവർ ലാഭം ഉണ്ടാക്കണേ. അത് ഞാൻ ആ പേജിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. FBക്കകത്ത് കുറേ കൊനഷ്ട് ഇത്തരത്തിലുള്ള ക്യാപ്ഷനും പരിപാടികളൊക്കെ കൊടുത്തിട്ടുള്ള മറ്റു കുറേ മഞ്ഞ പേജുകൾ ആക്ച്വലി ഉണ്ട്. അതിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്റുകൾ വരും. അതിൻ്റെ താഴെ പോയിട്ട് ആൾക്കാർ ചീത്ത വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും, തെറി പറയും, ഒക്കെ ചെയ്യും. ചില ആൾക്കാർ ആ പോസ്റ്റിൽ ആരെയാണോ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവരെ ചീത്ത വിളിക്കും. കാരണം അങ്ങനെ വിളിപ്പിക്കുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഉള്ള ഈ ഇപ്പോഴത്തെ ഒരു, അതായത് കറൻ്റ്ലി ലേറ്റസ്റ്റ് ആയിട്ട് ആർക്കാണോ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ ഇവരെ വല്ല ഇനി ആരുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് കൊടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി ആ പോസ്റ്റിൽ ആരെയാണോ മെൻഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവരെ ആൾക്കാർ ചീത്ത വിളിക്കുമല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് റീച്ച് ആക്ച്വലി കിട്ടും. അപ്പോൾ ഈ തെറി വിളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തമ്മിലടിക്കാൻ വേണ്ടി പോകുന്ന വിഡ്ഢി കൂഷ്മാണ്ടങ്ങൾ മനസ്സിലാവുന്നില്ല. നിങ്ങളെ വിറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഇരകളാക്കിയിട്ട് അവരുണ്ടാക്കുകയാണ്. നിങ്ങളെ മണ്ടന്മാരാക്കി, നിങ്ങളെ ഫൂളാക്കി, നിങ്ങളെ പ്രൊവോക്ക് ചെയ്തിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിപ്പിച്ചിട്ട് അതിൽ അവര് ചാനലും അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ റീച്ച് ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യം ഈ മണ്ണുണ്ണികൾ മനസ്സിലാക്കണില്ല. ഈ കടിപിടി കൂടുന്ന മണ്ണുണ്ണികൾ മനസ്സിലാക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ ഓക്കെ, ഇതൊക്കെ ഒരു രസമായിട്ട് ചില ആൾക്കാർ കാണുന്നുണ്ടാവും. കമന്റ് ബോക്സിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് രസമായിട്ട് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ രസമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ടൈം അതിന് വേണ്ടിയിട്ട് ചീത്ത വിളിച്ച് കളയാന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഇന്നത്തെ കാലത്തും പണ്ട് ഫാൻ ഫൈറ്റ് പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, അന്നൊക്കെ ഒരു വേറെ മൂടാ.
ഇന്നൊക്കെ പറഞ്ഞ എന്താ, മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്തോരം പടങ്ങൾ ചെയ്തിട്ട് ഇപ്പം ഏതൊരു ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും ഇവരുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടിയും കൂടി ഇങ്ങനെ സമയം കളയുക. ഇങ്ങനത്തെ പോസ്റ്റുകൾ ആളുകൾ ഇടുന്ന സമയത്ത് അതിലും പോയി പ്രൊവോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അറിയാത്തോണ്ട് ചോദിക്കണതാണ്. അലമ്പ് പരിപാടി. ഓട്ടെ, ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മമ്മൂട്ടി ഫാനാണ്. ബസൂക്ക് അടിപൊളി ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, അത്യാവശ്യം ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയാണ്. അടിപൊളി ആവട്ടെ, രസമാവട്ടെ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. അയാളൊരു ബിസിനസ് മാൻ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ജോണ്ടറിൽ പെടുന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു അത്. സോ അത് വരട്ടെ, വ്യത്യസ്തമായ സാധനം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് ആസ് യൂഷ്വൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് പരിപാടി. ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്. ഇതും ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്. ലെറ്റ് ദ മൂവി എന്താ പറയുക, ഗെറ്റ് ബിഗ്ഗർ. അടിപൊളിയാവട്ടെ, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എമ്പുരാനാണെങ്കിലും ഭയങ്കരമായിട്ട്, മമ്മൂട്ടി ഫാനാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന, ആക്രാന്തത്തോടു കൂടിയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. അടിപൊളിയാവണം അത്. 3 മണിക്കൂർ സിനിമയാണ് മോനെ. അടിപൊളിയാണെങ്കിൽ 3 മണിക്കൂറൊക്കെ എന്ത് രസമായിട്ട് കണ്ടിരിക്കുക അല്ലേ. അപ്പോൾ എൻജോയ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. 2 സിനിമയും എൻജോയ് ചെയ്യാൻ പറ്റണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം സിനിമാ പ്രേമിയാണ്. എന്താ പറയുക, പൈസ കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറാൻ വേണ്ടി പോകുന്നത്. കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുകയാണ്. സോ നമ്മൾ നമ്മുടെ ലൈഫിനെ മൂല്യം കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടൈമിന് മൂല്യം കൊടുക്കുന്നുണ്ട്, പൈസയ്ക്ക് മൂല്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു സിനിമ. അതാവുമ്പോൾ എന്താണ്, നമുക്കതിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഈ തൊലിഞ്ഞ ടോക്സിക് ഫാൻ ഫൈറ്റിൻ്റെ ബുദ്ധിയും വെച്ചിട്ടാണ് ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കും. എന്നിട്ട് വന്നിട്ട് നിരനിരാന്ന് പോസ്റ്റ് ആൾക്കാരിടുന്നു. എന്ത് ഊളന്മാരാണ്. ഉളുപ്പ് വേണം. ഞാൻ പച്ചയ്ക്ക് പറയണം, ഉളുപ്പ് വേണം. ഈ പണിയൊക്കെ കാണിക്കുന്ന ആൾക്കാരോടാണ് ചോദിക്കുന്നത്. ഉളുപ്പ്. ആത്മാർത്ഥമായിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി പോയി, അത് ഏത് സിനിമ ആയിക്കോട്ടെ, ഏത് നടൻ്റെ സിനിമ ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് സിനിമ കാണാൻ വേണ്ടി പോയിട്ട് അത് നന്നാവണം എന്ന് ആഗ്രഹിച്ചിട്ട് കാണാൻ വേണ്ടി പോയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അത് കുഴപ്പമില്ല. ജെനുവിൻ അഭിപ്രായമാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ചില ആൾക്കാർ ഞാൻ ഇഷ്ടപ്പെടുകയൊന്നുമില്ല, പിന്നെ ഞാൻ മറ്റാണെൻ്റെ പാലല്ലേ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പോയി കുത്തിയിരുന്നിട്ട് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മൈൻഡ് സെറ്റാക്കി വെച്ചിട്ട് വന്നിട്ട് ഇതിലൊന്നുമില്ല ബെമ്പേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് FBയിൽ വന്ന് വലിയ തുരുതുര പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ വീടിൻ്റെ താഴെ പോയിട്ട് തുരുതുര പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി തീട്ടത്തിന് സമാധാനമേ പറയാനുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ല. ഞാനിതിൻ്റെ അകത്ത് ആ ഒരു സൈഡൊന്നും പിടിച്ച് സംസാരിക്കുന്നില്ല. ആ കേസിൽ മമ്മൂട്ടിയുടെ ടോക്സിക് ഫാൻസും കണക്കാം, മോഹൻലാലിൻ്റെ ടോക്സിക് ഫാൻസും കണക്കാം. മണ്ട ശിരോമണികളാണ് ആക്ച്വലി രണ്ടും. അയ്യോ, ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് കൊള്ളണ്ട കേട്ടാ. ഇങ്ങനത്തെ പണി കാണിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൊണ്ടാൽ മതി. ഞാൻ മറ്റൊന്ന് പറഞ്ഞല്ലോ, കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണാൻ പോകണ്ട. അവനവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് പൈസയൊക്കെ സേവ് ചെയ്ത് വീട്ടിൽ കുത്തിരിക്കി, അല്ലെങ്കിൽ ജോലിയുള്ളവരുണ്ടെങ്കിൽ അതിനിപ്പോ അന്തസ്. അല്ലാണ്ട് വലിയ എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാനും പോവും. എന്നിട്ട് ഞാൻ ഒരിക്കലും നിങ്ങൾ കാണാൻ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കണെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ ആളല്ല അതിന്. പക്ഷെ താല്പര്യമില്ലാത്ത ആൾക്കാർ പോയി കണ്ടിട്ട് കുറ്റം പറയാൻ അല്ലെങ്കിൽ കളിയാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ട് തീട്ടമാരി എറിയാനായിട്ട് ഈ 2 സിനിമകളും കാണാൻ വേണ്ടി പോയി വന്ന് കുത്തിയിരുന്നിട്ട് മറ്റേ കണ്ണൻ തിരിവ് കാണിക്കുന്ന ആൾക്കാരോട് മാത്രമാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. ചില ആൾക്കാർ കാണാതെയൊക്കെ പോസ്റ്റ് ഇട്ട് കളയും. കൊള്ളണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊള്ളാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ചില ആൾക്കാരുണ്ട് സിനിമയൊന്നും കാണത്തൊന്നുമില്ല, ഏതെങ്കിലും ഒരു നടൻ്റെ ഫാനായിരിക്കും. അപ്പോൾ അവരവരുടെ നടന്മാരുടെ ഓപ്പോസിറ്റ് നടൻ്റെ പടം ഇറങ്ങുന്ന സമയത്ത് പടം കാണണമെന്നൊന്നും ചില ആൾക്കാർക്ക് നിർബന്ധമില്ലല്ലോ. വെറുതെ വന്നിട്ട് മറ്റേ ബോംബിൻ്റെ ചിഹ്നം ഇടുക, അതേപോലെ എന്താ ഭയങ്കര ഡീഗ്രേഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള വലിയ പോസ്റ്റുകൾ ഇടുക. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്. നാണമുണ്ടോ എന്നാണ് ചോദിക്കണത് അവരോട്. നാണല്ലേ എന്നാണ് ചോദിക്കണത്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോൻ്റെ തുടക്കം തന്നെ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടന്റോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ഇത് വെറുതെ ഇത്തരത്തിലുള്ള വേട്ടാവളിമാരെ കളിയാക്കാൻ വേണ്ടി എടുക്കണ വീഡിയോ ആണ്. കൊള്ളത്തൊന്നുമില്ല, നല്ല തൊലിക്കട്ടിയാണ് ഈ പണിയൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക്. എന്നാലും എൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നീ നിന്റെ സമയം കളഞ്ഞില്ലടാ എന്ന് പറഞ്ഞു. നോ, യൂട്യൂബിൽ വീഡിയോ ഇടുകയല്ലേ. അയ്യോ, അപ്പം ശരി എന്നാ, സവാരി ഗിരിഗിരി വരട്ടെ. എല്ലാ സിനിമകളും വരട്ടോ. ഇതെന്താ അറിയോ, ഇപ്പോൾ നമ്മൾ പ്രെജുഡിയസ് ആവുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തെ സമീപിക്കണം. അത് സിനിമയായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, വ്യക്തിയെ ആയിക്കോട്ടെ, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സമീപിക്കണം. അല്ലാതെ നമ്മളിത് ഇഷ്ടപ്പെടില്ല,
അല്ലെങ്കിൽ നമ്മളിത് ഇഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ ഇന്ന ആളുടെ ഫാനാണ്, അല്ലെങ്കിൽ ആഹാരമാണെങ്കിലും ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഹോട്ടലാണ്, അതുകൊണ്ട് ജഡ്ജ്മെൻ്റലായി കയറി പോകുമ്പോൾ നമ്മൾ അത് ഇഷ്ടപ്പെടാതിരിക്കാനായിരിക്കും ശ്രമിക്കുക. പിന്നെ വ്യക്തികളുടെ കേസിലാണെങ്കിലും നമ്മൾ അവൻ പോട്ടര വൃത്തികെട്ടവനാണേ എന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ അവരുടെ അടുത്ത് സമീപിക്കണതേ ആ രീതിയിലായിരിക്കും. നമ്മൾ നല്ലവനാകരുതേ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാവും നമ്മൾ സംസാരിക്കുകയും ചെയ്യണം. അപ്പോൾ അവൻ നല്ലവനാണെങ്കിലും നല്ലൊരു സിനിമയാണെങ്കിലും നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് പ്രിപ്പയർഡാണ് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കാൻ. അപ്പോൾ അതങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാധനം സൈക്കോളജിക്കലായിട്ട് ഇങ്ങനൊരു കളിയും കൂടിയും കളിക്കുന്നുണ്ട്. അത് ഈ മണ്ടശിരോമണികൾ അത് മനസ്സിലാക്കിയിട്ട് കുറച്ചൊന്ന് കോൺഷ്യസ് ആയിട്ട് ഒന്ന് ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് സമീപിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വർത്തായിരിക്കും. ഒരു പൊട്ടൻ്റെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു എൻ്റെ വീഡിയോൻ്റെ താഴെ, എമ്പുരാൻ ഗോഡിനെതിരെയുള്ള സിനിമയല്ലേ, ഇതൊക്കെയാണോ ആൾക്കാർ ഏറ്റു നടക്കണതെന്ന്. എന്ത് ഗോഡിനെതിരെയുള്ള സിനിമ? എന്തിനാണ് ഇവരൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത്? എന്ത് ഗോഡിനെതിരെ? വാട്ട് ആളുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പല കാര്യത്തെയും സമീപിക്കുന്നത്. ഇത് ചിന്തിക്കാത്ത ആൾക്കാരെ കൂടിയും ഇത്തരത്തിലുള്ള സംഗതികൾ പറഞ്ഞ് ചിന്തിപ്പിക്കും. എന്തൊരു ഒരു അലമ്പ് ഇത്. പിന്നെ കുറേ മണ്ടന്മാർ കളക്ഷൻ്റെ കാര്യം പറയുന്നത്, മമ്മൂട്ടിയുടെ കളക്ഷൻ, മോഹൻലാൽ എന്ത് കളക്ഷൻ നോക്കണേ? കളക്ഷൻ ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ സിനിമ കാണാൻ വേണ്ടി പോയ സമയം മാറ്റി വെച്ച് കാശും കൊടുത്താൽ നമ്മുടെ നല്ല അങ്കിട് പോക്കാണ്. നമുക്കിത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് ലാഭം, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് മമ്മൂട്ടി എത്ര വാരിയാലും മോഹൻലാൽ എത്ര വാരി കഴിഞ്ഞാലും നമുക്കിതിൻ്റെ അകത്ത് ലാഭമില്ല. അതൊക്കെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആക്ടേഴ്സും കൊണ്ടുപോകും. അത് ദേ ആർ എൻജോയിങ് ദെയർ ലക്ഷറി. അല്ലാണ്ട് ഇവിടെ ഫാൻസ് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് അവർ കടത്തി വെട്ടി 50 അടിക്കുക 100 അടിച്ചതെന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് എന്ത് ചെയ്യണ്? നമുക്ക് നാളെ എന്താണ് ഓഫീസിൽ ലീവ് തന്നിട്ട് ഓഫീസിൽ നിന്ന് എല്ലാ മാസവും 50,000 രൂപ തരാതെ പറയൂ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ എന്താണ് ഈ കളക്ഷൻ്റെ ബേസിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി എറിയുന്ന ആൾക്കാർ? എനിക്ക് അറിയാത്തൊരു കാര്യമാണ്, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്തിനാ ആൾക്കാർ ഈ പണി കാണിക്കണമെന്നുള്ളത്. കഷ്ടം. കളക്ഷൻ കിട്ടിയപ്പോൾ കുറേ ഒലത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ സന്തോഷം. അങ്ങനെയല്ലേ വേണ്ടത്? അല്ലാണ്ട് ഇവറ്റകൾക്ക് കിട്ടുന്ന കളക്ഷൻ കിട്ടിയിട്ട് എന്തിനാണ് കുണ്ടി കഴുകാൻ വേണ്ടിയിട്ട്? ശരി. ഇന്ന്